വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ നീക്കം നടത്തുന്നുവെന്ന് BJP അറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് BJP മടുത്തു എന്നത് തന്നെയാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ജ്യോതിരാദിത്യ സിന്ധ്യ അവരുടെ സ്വന്തം വളയത്തിലേക്ക് എത്തിയാൽ മതിയാകും. വസുന്ധര രാജ അടക്കമുള്ളവർ രാജസ്ഥാനിൽ BJP ബന്ധം ഉപേക്ഷിച്ച് സിന്ധ്യ പരിവാർ ഒന്നടങ്കമായി വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ പല സംഭവങ്ങളും ഇവിടെ നടക്കും. മാധവറാവ് സിന്ധ്യയുടെ മകനും സഹോദരിയുമെല്ലാം ഒന്നടങ്കം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് എത്തിയാൽ മധ്യപ്രദേശിൽ മോഹൻ യാദവിൻ്റെ കാര്യം തീരുമാനമാകും. രാജസ്ഥാനിൽ BJPയുടെ അധികാരനായി നിൽക്കുന്ന ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളുമടക്കം ഇപ്പോഴത്തെ BJPയുടെ പടയെ ഒറ്റയടിക്ക് വെട്ടിനിർത്താനും കഴിയും. പറഞ്ഞു വരുന്നത് രാജ്യസഭയിൽ കള്ളക്കളികളിലൂടെ 3-3 നേടിയെടുത്ത BJPയുടെ ഇപ്പോഴത്തെ ഈ കളികളൊന്നും ഇനി അധിക നാൾ കാണില്ല എന്നതാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിയെടുക്കാൻ അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ കള്ളക്കളികളല്ല. പക്ഷേ BJPയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്ന ആൾ തന്നെ BJPയെ മടുത്തു തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ക്യാബിനറ്റിലുള്ള സഹപ്രവർത്തകരെല്ലാം അഴിമതിക്കാരാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ, നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ ആ പ്രസ്ഥാനത്തിന് അയോഗ്യരാണ് എന്ന് വിളിച്ചു പറയാൻ സിന്ധ്യയ്ക്ക് യാതൊരു മടിയുമില്ല. സ്വന്തം പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ കോൺഗ്രസിലിരുന്നപ്പോൾ നഖശികാന്തം വിമർശിച്ച സിന്ധ്യ എന്തേ ഇപ്പോൾ BJPയിൽ ഒരു പൂജക്കുഞ്ഞിനെ പോലെ പതുങ്ങി മിണ്ടാതെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ സിന്ധ്യയ്ക്ക് മറുപടിയില്ല. പക്ഷേ ഇപ്പോൾ മറുപടി ഇല്ലേ എന്ന് ചോദിച്ചവർക്ക് മുൻപിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഇത് രാജകുടുംബാംഗം ആയതുകൊണ്ടല്ല, സിന്ധ്യയുടെ രക്തത്തിലുള്ളതാണ് ഈ പ്രതിഷേധം. സ്വന്തം പാർട്ടിയോടായാലും പ്രസ്ഥാനത്തോടായാലും വിശ്വസിക്കുന്ന ഐഡിയോളജിയോടായാലും അതിൽ വെള്ളം ചേർത്താൽ സിന്ധ്യ കലഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ജ്യോതിരാദിത്യ സിന്ധ്യയെ തിരികെ കൊണ്ടുവരാൻ DKയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. DK സിന്ധ്യയുമായി കൂടിക്കാഴ്ച നടത്തി സിന്ധ്യയുമായി ചർച്ച ചെയ്തത് കർണാടകയുടെ വികസനത്തിൻ്റെ സ്വപ്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് BJPയെ വെറുതെ അങ്ങ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതല്ല DKയുടെ ഉദ്ദേശം. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചെന്ന പ്രമുഖരെയെല്ലാം കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവായി തന്നെ ഇതിനെ കണക്കാക്കാം.